ഞാൻ എപ്പോഴും പറയുന്നില്ലേ, വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ 3 ടൈപ്പ് ഇങ്ങനെ നട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 ഗ്രോ ബാഗിനകത്തോട്ട് ഞാൻ വെള്ള പാവൽ നടുകയാണ്. മനുശ്രീ പടവലാണ് നടാൻ പോകുന്നത്. ഇത് നമ്മുടെ സാമ്പാർ അമര. സാമ്പാറിന് ഏറ്റവും അത്യാവശ്യമാണ് സാമ്പാർ അമര. നമ്മുടെ നിത്യവഴുതനയാണ്. 1-2 അരി എവിടെയെങ്കിലും കിടന്നാൽ മതി, ഇഷ്ടം പോലെ അങ്ങ് പിടിച്ചോളും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കുമ്പളവും നട്ടു കൊടുത്തിട്ടുണ്ട്. കുമ്പളത്തിന് നല്ല പന്തലും ഒക്കെ ഉണ്ട്. പപ്പ ഇവിടെയൊക്കെ കയറൊക്കെ വരിഞ്ഞു പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. ഇപ്പോഴേ പരിശ്രമിച്ചാൽ മാത്രമേ ഓണ സമയത്ത് നമുക്ക് കൈ നിറയെ പച്ചക്കറി അല്ലെങ്കിൽ മുറം നിറയെ പച്ചക്കറി നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള കുറേ പച്ചക്കറികൾ ഞാൻ നടാമെന്ന് വിചാരിക്കുകയാണ്. ഒരു 10 ടൈപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം 10 ടൈപ്പ് ഓരോ ടൈപ്പാണ്. പയർ തന്നെ ഞാൻ 2 തരം എടുത്തിട്ടുണ്ട്, പടവലം 2 തരം എടുത്തിട്ടുണ്ട്, പാവൽ, അതുതന്നെ വഴുതന, പൊട്ടുവെള്ളരി, വെണ്ടയ്ക്കായ, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നടാമെന്നും അതിന് എങ്ങനെയാണ് നട്ടുപിടിപ്പിച്ച് നമുക്ക് ഓണത്തിന് വിളവെടുക്കണം എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഈ വിത്തുകൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ സീസൺ അനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ 600-ലധികം വിത്തുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഓണം പ്രമാണിച്ച് 500-നും അതിന് മുകളിലോട്ടും വിത്തുകൾ വാങ്ങിക്കുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ ഓഫർ എല്ലാവരും മുതലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ നടാനായിട്ട് കുറച്ച് ഗ്രോ ബാഗുകൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗ്രോ ബാഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സൈറ്റിൽ കൂടെ കൊടുക്കുന്ന ഗ്രോ ബാഗ് തന്നെയാണ് ഗ്രീൻ ഗ്രോ ബാഗ് എന്ന് പറയുന്നത്. നല്ല ഒരു വെറൈറ്റി തന്നെയാണ്. നല്ല ആരോഗ്യമുള്ളതും 5 വർഷത്തോളം ഈട് നിൽക്കുന്നതുമായ ഗ്രോ ബാഗിനകത്ത് നമ്മൾ നട്ടാൽ നമുക്ക് എപ്പോഴും ഒന്നും ഗ്രോ ബാഗ് വാങ്ങിക്കേണ്ടി വരത്തില്ല. അപ്പം നമുക്കിനി ആദ്യം പയർ നടണം. അങ്ങനെ ഓരോന്നായിട്ട് കൂടുതലൊന്നും ഞാൻ നടുന്നില്ല. ഒരു പയർ 4 എണ്ണം, പാവയ്ക്ക 4 എണ്ണം, അതേപോലെ തന്നെ പടവലം 4 എണ്ണം. നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ നടുക. കൂടുതൽ നട്ട് നമ്മുടെ നടു ഓടിക്കാതെ നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള വീട്ടിൽ എല്ലാവരും ഓണത്തിന് വിളവെടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അത്യാവശ്യം മാത്രം നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. അപ്പം മണ്ണൊരുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കുറേ ഇട്ടിട്ടുള്ളതാണ്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ മഴയില്ലാത്ത സമയം നോക്കി നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് ഒരിടത്ത് കൂട്ടിയിടുകയോ അല്ലെങ്കിൽ ചാക്കനകത്ത് കെട്ടി വയ്ക്കുകയോ ചെയ്താൽ നമുക്ക് സമയോചിതമായിട്ട് നമുക്ക് എപ്പോഴാണോ നടേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അന്നേരം പെട്ടെന്ന് തന്നെ നമുക്ക് നടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ മണ്ണൊരുക്കുക എന്ന് വെച്ചാലും ഇത്ര ക്ഷമയൊന്നും നമുക്ക് കാണത്തില്ല 10 ദിവസമൊന്നും കാത്തിരിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ മണ്ണെടുത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം ഞാൻ പാവലാണ് നടുന്നത്, വെള്ളപ്പാവലാണ് നടുന്നത്. അപ്പോൾ ഒരു 3 ഗ്രോ ബാഗിനകത്തോട്ട് വെള്ളപ്പാവൽ നടാം. ഇപ്പോൾ ഒരു 3 ഗ്രോ ബാഗിനകത്തോട്ട് ഞാൻ വെള്ളപ്പാവൽ നടുകയാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നട്ടാൽ മതി. നമ്മുടെ വീട്ടിലുള്ളവർ കഴിക്കുന്ന പച്ചക്കറികൾ നോക്കി നമ്മൾ നടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്തത് പീച്ചിലാണ്. പീച്ചിലും എല്ലാവരുമൊക്കെ നട്ടിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് പീച്ചിലെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നീളം പീച്ചിൽ. അത് നമുക്ക് ഗ്രോ ബാഗിനകത്ത് ഒരു 3 എണ്ണം വീതം നമുക്ക് നട്ടു കൊടുക്കാം. അത് പടർന്ന് അങ്ങ് പന്തലിലോട്ട് കയറി പോകുന്നതാണല്ലോ. അപ്പോൾ ഒരു ഗ്രോ ബാഗിനകത്ത് 3 എണ്ണം ആയിക്കോട്ടെ. ഒരുപാട് താഴ്ചയിൽ കൊണ്ടൊന്നും നടാതിരിക്കുക കേട്ടോ. ഇതിനകത്തോട്ട് 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ അതും അതിനകത്തോട്ടങ്ങ് നടാം. അപ്പം പാവലുമായി പീച്ചിലുമായി ഇനി നമുക്ക് അടുത്തതാണ്ട് പടവലമാണ്. മനുശ്രീ പടവലമാണ് നടാൻ പോകുന്നത്. അതും 3 ഗ്രോ ബാഗിനകത്തോട്ട് നട്ടു കൊടുക്കാം. അപ്പം 2 വീതം നമുക്ക് നടാം. ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്നുമില്ല കേട്ടോ. ഇപ്പം ഡയറക്റ്റ് മണ്ണിൽ തന്നെ അങ്ങ് നട്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് വിത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്നാലും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്ന് കരുതി അത് ചീത്തയൊന്നും അല്ല കേട്ടോ. അപ്പം ഞാനത് വെള്ളത്തിൽ ഇടാറില്ല. ഡയറക്റ്റ് നമ്മൾ മണ്ണിൽ ഇട്ടാലും വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് 3 ദിവസം കൊണ്ട് അത് കുതിർന്നിട്ട് അതിന് കിളിച്ച് വന്നോളും. നമ്മുടെ വിത്തുകളൊന്നും ഇങ്ങനെ വെള്ളത്തിൽ കുതിർക്കേണ്ട കാര്യമില്ല. അടുത്തെന്ന് പറഞ്ഞാൽ പയറാണ്. നമ്മുടെ ഓണത്തിനൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് പയറെന്ന് പറയുന്നത്. എല്ലാ പച്ചക്കറിയും അത്യാവശ്യമാണ്, എന്നാലും പയറിന് കുറച്ചുകൂടെ അത്യാവശ്യമാണ് അല്ലേ. അപ്പം അത് നമ്മളവിടെ സുമന്താണ് നടുന്നത്. അത് 3 എണ്ണം നടാൻ പോവുകയാണ്. സുമന്ത് പയർ നമുക്ക് ഒരു 4 ഗ്രോ ബാഗിനകത്തോട്ട് നടാം. 3 എണ്ണം വെച്ച് നട്ടു കൊടുക്കാം. ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചേക്കുന്നതെല്ലാം നമുക്ക് നടാം.
ഇപ്പം നമ്മളിവിടെ കുറച്ച് പച്ചക്കറികൾ നട്ട് കഴിഞ്ഞു കേട്ടോ. കുറച്ച് തക്കാളി നട്ടിട്ടുണ്ട്. 2 പണ എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് നട്ടിരിക്കുന്നത്. അപ്പം പണമൊക്കെ കോരിയതിന് ശേഷം അതിനകത്ത് കുറച്ച് കുമ്മായമൊക്കെ ഇട്ട് നല്ലതുപോലെ ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ തൈകളാണ് പാകി വെച്ചതിന് ശേഷം തൈകളാണ് നട്ടിരിക്കുന്നത്. അപ്പം കുറച്ച് തക്കാളി നട്ടിട്ടുണ്ട്, കുറച്ച് ഒരു പണയിൽ കുറച്ച് വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത പണയിൽ അമരയാണ്, സാമ്പാർ അമര നട്ടിട്ടുണ്ട്. പിന്നെ ഓണത്തിന് അത്തക്കള ഒരുക്കാനായിട്ട് ബന്ദിപ്പൂ കൂടെ നട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഇത്രയാണ് നട്ടിരിക്കുന്നത്. പിന്നെ വേറെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഇത്രയൊക്കെ ആയി വരുമ്പോൾ നമ്മൾ എന്ത് വേണമെന്നറിയാമോ, അതിൻ്റെ ചെവിടൊക്കെ അപ്പോൾ ഓരോ തടത്തിലും നമ്മൾ ചാണകവും ഇട്ട് 1 സ്പൂണൊക്കെ എല്ലുപൊടി ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നറിയാമോ, നമ്മൾ ഈ തൈ നട്ടിരിക്കുന്നത്. എന്നിട്ട് കണ്ടേ ഇത്രയൊക്കെ ആയി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. അതിന് എല്ലാ പച്ചക്കറിക്കും ഇതേപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സന്തോഷമെന്ന് അറിയാമോ അവർക്ക്. അവരുടെ വേരുകളൊക്കെ നല്ലതുപോലെ ഓടും. ഇപ്പോൾ എപ്പോഴൊക്കെയാണോ ഇതിൻ്റെ ചുവട് തറഞ്ഞിരിക്കുന്നത് ആ സമയത്തെല്ലാം വന്ന് ഇതേപോലെ ഒരു കുഞ്ഞ് ഉണ്ട്, ഇതേപോലെ ഒരു സാധനം കിട്ടും, കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ച്, അല്ലെങ്കിൽ പഴയ ഇരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കും. വളത്തേക്കായി സന്തോഷം ഇവർക്ക് ഇങ്ങനത്തുള്ളൊരു മണ്ണളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അവരുടെ വേരൊക്കെ നന്നായിട്ടങ്ങ് ഓടി ബലം പ്രയോഗിച്ച് അവരങ്ങ് ജീവിച്ചോളും. അപ്പം മനസ്സിലായല്ലോ. എല്ലാത്തിനും ഇത് വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ നട്ടേക്കുന്ന ബന്ദിയാണെങ്കിൽ പോലും ഇതേപോലെ ചെറുതായിട്ട് മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കണം. തക്കാളിയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓണത്തിനൊക്കെ തക്കാളിയൊക്കെ പറിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ വളപ്രയോഗമൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തക്കാളിയൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ തക്കാളിയൊക്കെ അങ്ങോട്ട് വളർന്നു വരുമ്പോഴും കമ്പൊക്കെ കുത്തി കൊടുക്കണം. മേളിൽ ഒരു വള്ളിയൊക്കെ കെട്ടി കൊടുത്തിട്ട് അതെല്ലാം കെട്ടിയൊക്കെ നിർത്തണം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇനി 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് സൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കണം. ഒരു 10 ദിവസം കൂടുമ്പം സൂഡോമോണസ് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾക്കൊക്കെ നല്ല ബലവും കിട്ടും, തണ്ടിനും അതുപോലെ ഇലയ്ക്കൊക്കെ നല്ല പച്ചപ്പും ഒക്കെ കിട്ടും. പിന്നെ എപ്സം സാൾട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കലക്കി ഇലയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം 10 ദിവസം കഴിയുമ്പോൾ. ഇപ്പം ഓണത്തിനൊക്കെ അത്തപ്പൂവൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ബന്ദി നമ്മൾ നടണം. ഒരു 10-20 ബന്ദിയെങ്കിലും നടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണത്തിന് നമുക്ക് സുഭിക്ഷമായിട്ട് നമുക്ക് അത്തപ്പൂ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓണസമയത്ത് അങ്ങോട്ട് നിന്ന് പൂക്കളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വിലയായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളിതിൻ്റെ വിത്തുകൾ വാങ്ങിക്കാൻ നിൽക്കാതെ തൈകൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നടുന്നതായിരിക്കും നല്ലത്. അപ്പം തൈ ആണെങ്കിൽ പോലും 5 രൂപയ്ക്കാണ് ഇതിൻ്റെ വില കേട്ടോ. ഹൈബ്രിഡ് ഇനത്തിലുള്ള തൈകൾക്ക് 5 രൂപയാണ്. ഇതിനകത്തങ്ങോട്ട് യൂറിയ അതുപോലെ തന്നെ രാജുഫോസൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പൊട്ടാഷ്, ഇതിനകത്ത് യൂറിയ പൊട്ടാഷൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തഴച്ച് വളർന്ന് വരികയും ഇഷ്ടംപോലെ പൂക്കളുണ്ടാവുകയും ചെയ്യുമെന്നാണ് നമ്മുടെ കൃഷിഭവനിലെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൈവ സ്ലറി ചാണകം കലക്കി കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്താലും നമുക്ക് അത്യാവശ്യം പൂക്കളൊക്കെ കിട്ടും. വെറുതെ ഇരിക്കുമ്പോഴേക്കാണ്ട് ഇതേപോലെ മണ്ണങ്ങോട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇത് നമ്മുടെ സാമ്പാർ അമര, സാമ്പാറിന് ഏറ്റവും അത്യാവശ്യമാണ് സാമ്പാർ അമര. അത് ഇതേപോലെ അങ്ങോട്ട് മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കുക. എല്ലാത്തിനും ഇതേപോലെ ഒരു നമ്മുടെ രാവിലത്തെ ജോലിയൊക്കെ ഒന്ന് പെട്ടെന്നാക്കാന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് നടത്തിയെടുക്കാം. നമുക്ക് ഇച്ചിരി ക്ഷമ വേണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കാലി ഗ്രോ ബാഗൊക്കെ ഇരുന്നപ്പോൾ വെറുതെ ഇരിക്കേണ്ടതെന്ന് കരുതിയിട്ട് പല വെറൈറ്റി വെണ്ടകളാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത്. ഇത് റെഡ് വെണ്ടയുണ്ട്, തൊട്ടപ്പുറത്ത് അർക്ക അനാമിക ഇരിപ്പുണ്ട്, പിന്നെ 3 ലൈനായിട്ടാണ് വെച്ചേക്കുന്നത്. ഒന്നിനകത്ത് കൊമ്പൻ വെണ്ടയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നില്ലേ വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ 3 ടൈപ്പ് ഇങ്ങനെ നട്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ വേറെ പല ടൈപ്പുള്ളതായ വെണ്ടയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് വേറൊരു സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരേ ഇടത്ത് തന്നെ ഇങ്ങനെ പല ടൈപ്പിലുള്ള നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം പല ടൈപ്പിലുള്ളതായ വെണ്ടയ്ക്കയുടെ വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ആവശ്യക്കാർക്ക് അത് വാങ്ങിച്ച് നടാവുന്നതാണ്. അപ്പം ഒരു പ്രത്യേക രസം ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ നട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നട്ടിരിക്കുന്നത് ഫസ്റ്റ് റോയിൽ കൊമ്പൻ വെണ്ടയാണ്, പിന്നെ ഇതിനകത്ത് അർക്കാനാമികയാണ്, ഇവിടെ റെഡ് വെണ്ടയാണ് നട്ടിരിക്കുന്നത്. പിന്നെ ഇനി നമ്മുടെ കയ്യിൽ അഞ്ചിത വെണ്ടയുണ്ട്, വർഷവെണ്ടയുണ്ട്, മരവെണ്ടയുണ്ട്, കസ്തൂരി വെണ്ടയുണ്ട്, ഇങ്ങനെ കുറേ വെണ്ടകൾ വേറെയുണ്ട്. അതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിളാണ്. നിത്യ ഉപയോഗത്തിനാണെന്നുണ്ടെങ്കിലും അതുപോലെ ഓണത്തിനാണെന്നുണ്ടെങ്കിലും ഏത് വിശേഷ ദിവസത്തിനാണെന്നുണ്ടെങ്കിലും ഇഞ്ചി കൂടാതെ ഒരു പരിപാടിയില്ലല്ലോ. അപ്പം നമ്മൾ അത്യാവശ്യം ഇഞ്ചി നട്ടിരിക്കണം.
ഇഞ്ചിയുടെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി കൃഷി, ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി കൃഷിക്ക് വളമിടുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഇഞ്ചിയൊക്കെ നല്ല തഴച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഓണത്തിന് ഇഞ്ചിക്കറി വെക്കാനുള്ള ഇഞ്ചി എന്തായാലും എനിക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കും. കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ടതായിട്ട് വരത്തില്ല. എൻ്റെ ഒപ്പം നട്ടവർക്കും നിങ്ങൾക്കും ഇതേപോലെ ഇഞ്ചിയൊക്കെ ഓണസമയമാകുമ്പോഴത്തേക്ക് വിളവെടുക്കായിരിക്കും. അപ്പം ഇനിയും ഇഞ്ചി കൃഷി ചെയ്യാൻ ഓണത്തിന് എടുക്കാൻ പറ്റത്തില്ല എങ്കിൽ തന്നെയും ആരെങ്കിലും ഇനിയും ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ അവർ ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഒരു റോയിൽ ഇവിടെ ഞാൻ വഴുതനയാണ് നട്ടിരിക്കുന്നത്. അതും ഈ പറഞ്ഞ മാതിരിയാണ്, പലതരത്തിലുള്ളതായ വഴുതനകൾ കാണുമ്പം വിത്തുകളൊക്കെ വരുമ്പോൾ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കുറേശ്ശെ പാകി വെക്കും. അതിങ്ങനെ തൈകളായി വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പറിച്ച് നടും. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഗ്രോ ബാഗിനകത്ത് നട്ടു വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ വഴുതന നട്ടിരിക്കുകയാണ്. വഴുതനയുടെ വക്കൊക്കെ, ഗ്രോ ബാഗിൻ്റെ വക്കുകളൊക്കെ നമ്മളിങ്ങനെ മടക്കി വെച്ചിരുന്നാൽ നമ്മുടെ വഴുതന വളരുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ തുറന്ന് കൊടുത്താൽ മതി. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉണ്ടമുളകാണ് നട്ടിരിക്കുന്നത്, മാലി മുളക്. ഇത് ഇതേപോലെ വളരുന്നതിനനുസരിച്ച് കണ്ട് ഇതുപോലെ മണ്ണ് അങ്ങോട്ട് നീക്കി കൊടുക്കണം. ഉണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കണം. അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് എളുപ്പം ഒന്ന് ആക്കിയിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങാമെങ്കിൽ ഇതൊക്കെ ഈ പണി എളുപ്പം അങ്ങ് ആയിക്കോളും. ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ടപ്പേന്ന് വളർന്നു വരും. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മുളക് കൃഷിയാണല്ലോ. മുളക് കൃഷി ഓണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഡെയിലി നമുക്ക് വേണം. എന്തായാലും എല്ലാവരും പച്ചമുളക് നട്ടുപിടിപ്പിച്ചോണം. ഒരു 10 മുളകെങ്കിലും നട്ടുപിടിപ്പിച്ചാലേ നമുക്കൊരു 5 എണ്ണമെങ്കിലും നമുക്ക് ശരിക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും പച്ചമുളകും ആരും നടാനായിട്ട് മറക്കരുത്. അപ്പം മുളക് പല വെറൈറ്റി ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, വയലറ്റ് കാന്താരി, അതുപോലെ തന്നെ റോയൽ ബ്ലാക്ക് മുളക്, പച്ചക്കറി മുളക്, ഗുണ്ടുമുളക്, കാശ്മീരി മുളക്, മാലി മുളക് എന്ന് വേണ്ട എന്തെല്ലാം ടൈപ്പ് മുളകാണെന്നറിയാമോ? അത് ഏതെങ്കിലുമൊക്കെ നടാമെന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് നമുക്കൊരു പച്ചമുളകൊക്കെ പിച്ചിയെടുക്കാനും അത് കറികൾക്ക് ഇടാനായിട്ടും സാധിക്കും. അപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പച്ചമുളക് നട്ടുപിടിപ്പിക്കുന്ന പ്രയാസം അല്ലേ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഇതിനകത്ത് എന്തുമാത്രം കീടനാശിനിയൊക്കെ തളിച്ചിട്ടാണ് കടകളിലേക്ക് വരുന്നതെന്നുള്ളൊരു ഓർമ്മയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇതെല്ലാം നട്ടുപിടിപ്പിക്കും. ഈ പടർന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ പറമ്പിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ ആർച്ചുമാതിരി ഇങ്ങനെ ഒരു സംഭവം വളർന്നു വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നിത്യവഴുതനയാണ്. 1-2 അരി എവിടെയെങ്കിലും കിടന്നാൽ മതി, ഇഷ്ടം പോലെ അങ്ങ് പിടിച്ചോളും. ചിലർക്കൊരു പരാതിയാണ് നിത്യവഴുതന പിടിക്കുന്നില്ല എന്നുള്ളത്. എവിടെ കിടന്നാലും നിത്യവഴുതന പിടിച്ചോളും. അപ്പം നമ്മുടെ പറമ്പിൽ മൊത്തവും നിത്യവഴുതന ഇങ്ങനെ കിളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളത് ചിലതൊക്കെ അങ്ങ് വാക്കല്ലാതെ നിൽക്കുന്നിടത്തുനിന്നൊക്കെ നമ്മൾ പറിച്ചു മാറ്റി കളയാണ്. ഇതുകൊണ്ട് ഇഷ്ടം പോലെ പടർന്ന് പന്തലിച്ചിഞ്ഞ് കയറി വരികയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതിനകത്ത് കായ ഇഷ്ടം പോലെ പിടിച്ചോളും. നിത്യവഴുതനയും ആ ഒരു നല്ല സമയത്ത് അതിനെ പിച്ച് കറി വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. മുറ്റുന്നതിന് മുമ്പേ അതിനെ കറി വെക്കാനായിട്ട് ശ്രമിക്കണം. അതിൻ്റെ ആ വെളുത്ത ഭാഗത്ത് ഒരു ചക്കക്കുരുവിൻ്റെ മാതിരി തൊലി വന്നാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ ആ ഒരു പിഞ്ച് പരുവത്തിൽ പറിച്ച് തോരൻ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കറി വെച്ചാൽ മുഴുക്കത്തില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കറി വെക്കണം. അപ്പോൾ ഇതിൻ്റെ വിത്തുകളും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കുറ്റി വാളരി, പന്തൽ വാളരി ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നടാമെന്നുണ്ടെങ്കിൽ ഈ ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കുറ്റി അമര, കുറ്റി ബീൻസ് ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് ഇഷ്ടം പോലെ പയറുകളും ബീൻസും ഒക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കുമ്പളവും നട്ടു കൊടുത്തിട്ടുണ്ട്. കുമ്പളത്തിന് നല്ല പന്തലും ഒക്കെ ഉണ്ട്. പപ്പ ഇവിടെയൊക്കെ കയറൊക്കെ വരിഞ്ഞു പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. കുഞ്ഞു കായകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ പട്ടുപോയി. കുറച്ച് കായൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുമ്പളങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നട്ട് ഇതിനകത്തൊക്കെ കുഞ്ഞു കായകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കുമ്പളം നട്ടുപിടിപ്പിക്കണം, അത്യാവശ്യമാണ്. കുമ്പളം, വെള്ളരി, മത്തന് ഇതെല്ലാം നമുക്ക് ഓണത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നമുക്ക് അവിയലിനകത്തിടാനും കുറച്ച് സാമ്പാറിനകത്തിടാനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ചേമ്പെന്ന് പറയുന്നത്. ചേമ്പും എല്ലാവരും കൃഷി ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ചേമ്പ്, ചേന എല്ലാവരും നട്ടിട്ടുണ്ടായിരിക്കും. കാച്ചിൽ, ഇതൊക്കെ ഓണത്തിന് അതെല്ലാം നമുക്ക് വിളവെടുക്കണം. അപ്പോൾ എൻ്റെ ചേമ്പും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇനിയും ചേമ്പ് നടാത്തവർക്ക് ഇനിയിപ്പം ചേമ്പ് ഓണത്തിനൊന്നും വിളവെടുക്കാൻ സാധിക്കത്തില്ല. നട്ടവർക്ക് വെട്ടിയടിപ്പിച്ചവർക്കുമൊക്കെ അത്യാവശ്യം നമുക്ക് ഓണത്തിന് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഓണം സെപ്റ്റംബർ പകുതിയിലാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ചേമ്പ് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ചേമ്പൊക്കെ നല്ലതുപോലെ ഇവിടെ തഴച്ച് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു 10 പച്ചക്കറികളെങ്കിലും ഈ ഓണത്തിന് വേണ്ടിയിട്ട് നടാനായിട്ട് ശ്രമിക്കുക.
അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ വെച്ചിട്ട് നല്ല സുഭിക്ഷമായിട്ട് നമുക്ക് ഓണം ഒരുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ എപ്പോഴും കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത്രയൊക്കെ കൃഷി ചെയ്യുന്നുവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് ഒരുപാട് കൃഷിയൊന്നുമില്ല, അത്യാവശ്യം എനിക്ക് വേണ്ടിയുള്ള കൃഷികളെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കൃഷി പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും ജൈവ പച്ചക്കറി കൃഷി ചെയ്യുക, ഒരു കൊച്ചടുക്കളത്തോട്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വെബ്സൈറ്റും തുടങ്ങിയിട്ടുണ്ട്. www.minisLifestyle.com എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം കൂടാതെ ഈ ഓണമൊക്കെ പ്രമാണിച്ചിട്ട് 500 രൂപയും അതിന് മുകളിലോട്ട് നിങ്ങൾ വിത്തുകൾ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിലിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.